നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ചെറുപുഴയിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൽമാൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം കേട്ടോ. 94 എൻ്റെ ആലക്കോട് ഓഫീസിന് മുന്നിലാണ് ഇവരുടെ വേറൊരു സ്ഥാപനമുള്ളത്. രാത്രി വൈകിയും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ആലക്കോട് 94. അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചെറുപുഴ ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് 94 ബേക്കറി അണിഞ്ഞൊരുക്കി നിൽക്കുന്നത്. അധികം താമസിയാതെ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങുകൾക്ക് കൊഴുപ്പ് കൂട്ടാൻ ബാൻഡ് മേളക്കാർ രാവിലെ മുതൽ തന്നെ ബേക്കറിക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിഥികളൊക്കെ എത്താനാവുന്നതേ ഉള്ളൂ. ഉദ്ഘാടനത്തിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ബേക്കറിയുടെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജീപ്പിലും കാറിലുമൊക്കെയായി അതിഥികൾ എത്താൻ തുടങ്ങിയിരിക്കുന്നു. ചിലർ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട്. വ്യാപാരി നേതാക്കളും നാട്ടുകാരും സഹപ്രവർത്തകരുമൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഉദ്ഘാടനത്തിനുള്ള സമയമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഉദ്ഘാടന വേദിയിലേക്ക് ഇതിൻ്റെ സംഘാടകർ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഉദ്ഘാടനത്തിന് ശേഷം സൽമാൻ പ്രസിഡന്റിനെയും ജനപ്രതിനിധികളെയും വ്യാപാരി നേതാക്കളെയും ഒക്കെ അകത്തേക്ക് ക്ഷണിച്ചു. ഇനി ഉദ്ഘാടന പ്രസംഗമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വ്യാപാരി നേതാക്കളുമൊക്കെ ഉദ്ഘാടന പ്രസംഗം നടത്തി. സൽമാൻ നന്ദിയും പ്രകടിപ്പിച്ചു. അതിനുശേഷം ഇനി സമ്മാന വിതരണമാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് സൽമാൻ്റെ വക ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അങ്ങനെ വ്യാപാരി പ്രസിഡന്റ് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് നൽകുന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിഫ്റ്റ് നൽകുന്നു, ജനപ്രതിനിധികൾക്ക് ഗിഫ്റ്റ് നൽകുന്നു. സൽമാൻ അങ്ങനെ വ്യാപാരി നേതാവിനും ഗിഫ്റ്റ് നൽകി. എന്തായാലും സൽമാൻ്റെ കടയുടെ ഉദ്ഘാടനം പ്രമാണിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് 94 ബേക്കറിയുടെ പേരിലുള്ള ഒരു കേക്ക് മുറിച്ച് അതിഥികൾക്ക് നൽകുകയാണ്. വിശിഷ്ടാതിഥികൾക്ക് പുറമെ ഉദ്ഘാടനത്തിനെത്തിയവർക്കും മധുരപലഹാരവും പാനീയവുമൊക്കെ സംഘാടകർ വിതരണം ചെയ്യുന്നുണ്ട്. എന്തായാലും അവർ മധുരപലഹാരമൊക്കെ കഴിച്ച് സന്തോഷിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് നമുക്ക് ബേക്കറിയുടെ ഉൾവശത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. മനോഹരമായിട്ട് ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മേടിച്ചു പോകും. നമുക്ക് കാണാം ഇവിടേക്ക് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. ഈ 94 ബേക്കറിയുടെ മറ്റൊരു പ്രത്യേകത ഇതാകണ്ടല്ലേ, ഞാനിവിടെ നിൽക്കുന്നത്, എനിക്ക് പരമാവധി ഹൈറ്റുള്ള ഒരാളാണ്. അതിൽ ഹൈറ്റുള്ളതാണ് നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്താണ് നിങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഇവിടെ ഒരു സ്റ്റേജൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ആലക്കോട്. അപ്പോൾ ഇവരുടെ സ്ഥിരമായിട്ട് ഞാൻ സാധനം മേടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഇത് ആലക്കോടാണ്, ഇവിടെയാണ് കൺഫ്യൂഷൻ. ഇതേ സാധനം അതുപോലെ ആലക്കോടുണ്ട്. ഇതേ പൊസിഷനൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഞാൻ സ്ഥിരമായി മേടിക്കുന്ന ഈ അരിയുണ്ടൊക്കെയുണ്ട്. അത് ഇവിടെ ഉണ്ട്. ഇന്നില്ല, അരിയുണ്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഒരേ മോഡലിൽ ഇവർക്കുള്ള സ്ഥാപനങ്ങളിലൊക്കെ അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു, ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തു. ഇപ്പം തന്നെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ചെറുപുഴയിൽ. ഇവരെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാം. ലൈവ് ചിപ്സൊക്കെ നമ്മൾ പരമാവധി പല ഇടങ്ങളിലും കാണാറുണ്ട്. ഇത് നല്ല മിക്സ്ചറുകളാണ്. നല്ല എരിവുകളുണ്ട്, എരിവില്ലാത്തതുണ്ട്, ചക്ക ഉണ്ട്, അതുപോലെ തന്നെ ചിപ്സുണ്ട്. അങ്ങനെ വെറൈറ്റി വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കാണാം, നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കുറേ യുവാക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനം. ഇപ്പോൾ അത് എങ്ങനെ നമ്മുടെ മലയോര മേഖലയിലൊക്കെ അനുദിനം ഓരോ ഇടത്ത് അവർ കടകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെറുപുഴയിൽ തുടങ്ങിയ ഈ 94 ബേക്കറിക്ക് എല്ലാവിധ ഭാവങ്ങളും തരികയാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, അത് ഫ്രഷ് സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അതിന് ഇവരുടെ സാധനങ്ങൾക്കൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും. പിന്നെ നാളെ വീണ്ടും കൊണ്ടുവരും. അവർക്ക് തളിപ്പറമ്പിലൊക്കെ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. എന്തായാലും 94 ബേക്കറിക്കും അതിൻ്റെ ഉടമകൾക്കും എല്ലാവിധ ഭാവങ്ങളും തരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.